ആദിലയും നൂറയും നമുക്ക് ബിഗ് ബോസ് കണ്ടില്ലെങ്കിലും അറിയാം. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ നിയമ പോരാട്ടം കൊണ്ട്. മാത്രമല്ല ഹൈക്കോടതി ആ കാര്യത്തിൽ ആദിലയ്ക്കും നൂറയ്ക്കും ഒപ്പം നിൽക്കുകയും അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നത്. ഈ രണ്ടുപേരും വിദ്യാസമ്പന്നരാണ്, ജോലിയുള്ളവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരിവിടെ ടെക്നോ പാർക്കിൽ എവിടെയോ, ഇൻഫോ പാർക്കിൽ എവിടെയോ തന്നെയാണ് ജോലിയും ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെല്ലേണ്ട സാഹചര്യമൊന്നും ഉള്ളവരല്ല. അങ്ങനെ അവർക്ക് ഇനിയിപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടും അവിടേക്ക് ചെല്ലേണ്ട ആവശ്യമില്ല. അത് അവർക്ക് നേരത്തെ തന്നെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച, അതും ഞാൻ ശ്രദ്ധിച്ചത്, മോഹൻലാൽ ഇവർക്ക് അനുകൂലമായി സംസാരിച്ചതിനെ തുടർന്ന് മോഹൻലാലിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാകുന്നു. മോഹൻലാലിനെതിരെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. ചില പ്രത്യേക ഐഡികളിൽ നിന്നൊക്കെ രൂക്ഷമായ പരിഹാസവും ഒക്കെ മോഹൻലാലിന് നേരെ, മോഹൻലാലിനെ ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ലാലേട്ടനെ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്രമണം. എന്താണ്? ആദിലയെ നൂറയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവരെ അവിടേക്ക് ക്ഷണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ കണ്ടസ്റ്റൻറ്റിനെ നേരിടുകയാണ് മോഹൻലാൽ. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കണ്ടപ്പോൾ. അപ്പോൾ ആ നിലയ്ക്കാണ് അവിടെ ഒരു സംഭവം ഉണ്ടാകുന്നു. അത് ചർച്ചയാകുമ്പോൾ നമ്മൾ വീണ്ടും ഇത് ശ്രദ്ധിച്ചു. അങ്ങനെ ആ ഒരു ഫെയിമിൽ നിൽക്കുന്ന അവരെ ഏത് വേദിയിലേക്കും ആളുകൾ ക്ഷണിക്കും. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങുന്ന പലതരക്കാരെയും പല വേദികളിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരെയും വേദികളിലേക്ക് ക്ഷണിക്കും. മാത്രമല്ല ഇവർക്ക് വലിയ ആ നിലയ്ക്ക് സാധാരണ ഈ പിന്നെ മുമ്പൊക്കെ ഈ മിസ് യൂണിവേഴ്സ്, മിസ് കേരള, മിസ് ഇന്ത്യ മത്സരമൊക്കെ കഴിയുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് ഇവർക്കൊരു വലിയ ഫെയിം കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് പലരും ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം ഇവർക്ക് പലതരം പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇവരെ വിളിച്ചുകൊണ്ട് പോകും. ഇവരെ അങ്ങനെ തന്നെ ആയിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. ഇത് ഇയാൾ അറിഞ്ഞിട്ടല്ല എനിക്കറിയില്ലായിരുന്നു എന്നും പറയുന്നതിലൊരു ന്യായവുമില്ല. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം ഇയാൾക്ക് തന്നെയാണ്, ഈ ഫൈസലിന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അയാൾ കോടീശ്വരനായിരിക്കാം, വലിയ സമ്പന്നനായിരിക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ മറ്റൊരാളുടെ ഡിഗ്നിറ്റിയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരവകാശവും അയാൾക്കില്ല. ഈ ഒരു വിഷയത്തിൽ അത് മാത്രമല്ല, അവർക്ക് ഈ രണ്ടുപേരെയും അവിടെ വിളിച്ചു വരുത്തുന്നു, അവിടെ കൊണ്ടുപോകുന്നത് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കുന്നു, മാന്യമായി പെരുമാറിയെന്ന് ഇവർക്കൊപ്പം പോയ ആളുകൾ. അതായത് ഇതിനു മുമ്പുള്ള ബിഗ് ബോസ് മത്സരത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയും 2 മത്സരാർത്ഥികളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ആദിലയ്ക്കും നൂറയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇവർ 4 പേരാണ് മൊത്തം പോയത്. അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് വളരെ മാന്യമായാണ് അവിടെ പെരുമാറിയത്.